മാമു ഞാൻ വഴിന്ന് വിളിച്ച കേട്ടില്ലേ? അല്ല അപ്പൊ നീ വർഷം പോയില്ലേ? അവിടുത്തെ രഘുവര സാറ് വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചു വരുത്തതാ. അവിടെ ചെന്നപ്പോ കംപ്ലൈന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ 1-2 സ്പെയർ മാറണമെന്ന് പറഞ്ഞു. അതെല്ലാം എഴുതിയെടുത്തിട്ട് അയാൾ പറയാ സ്പെയർ മേടിച്ചോണ്ട് വരുമ്പോ ചെന്നിരുന്നാ മതി, അന്നേരം പണിയാണ്. നീ പോയി സ്പെയർ മേടിക്കാൻ അയാൾ സമ്മതിച്ചില്ല. അല്ല അത്ര വിശ്വാസമുണ്ട്. നീ സാധനത്തൊന്നും കമ്മീഷൻ അടിക്കും, അത് അയാൾക്ക് അറിയാം. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെക്കാനിക് സെക്ഷനകത്ത് ഉള്ളതല്ലേ. അല്ലടാ, നിങ്ങൾ പണിക്കൂലി മേടിക്കാം. രണ്ടും കൂടി ആവുകൊണ്ടാണ് എനിക്ക് ഈ പണിയില്ലാണ്ടിരിക്കും. എന്റെ മാമ 150 രൂപ പണിക്കൂലി വെച്ചാൽ അയാൾ ഇരുന്ന് 100 രൂപ. അപ്പൊ ഇതിനകത്ത് 19 250 പറയണം, എന്നിട്ട് 200 മേടിക്കണം. തലയ്ക്ക് സാധനം വേണ്ടേ? മിക്കവാറും മണിക്കൂർ. ഇപ്പൊ രാവിലെ അവിടെ പോയി നമ്മുടെ തിരുമലിന്റെ 60-കാരല്ലേ ഈരാൻ, അവൻ ഈ ഇളയ പോത്തിനെ വെട്ടണമെന്ന് എന്നെ വിളിച്ചു പറയും. അപ്പൊ ഞാൻ പറയും 2 കിലോ എടുത്ത് വെച്ചോളാം. അപ്പൊ 2 കിലോ പോത്ത് കൊടുത്താ ഇത് നേരെ ലില്ലിയുടെ കയ്യിലായിട്ട് കൊടുത്ത് അസലായി വരട്ടിയിട്ട് ഉച്ചക്കൊരു പിടി പിടിച്ചാൽ. അപ്പൊ ഗിരിജമായി വീട്ടിൽ വന്നിട്ടുണ്ടോ? എടാ, അവള് തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് അന്നദാന ഉച്ചക്ക്. അപ്പൊ അവിടുന്ന് ഊണ് കഴിച്ചിട്ട് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ചീരത്തോട്ടത്തിൽ നിന്ന് പഠിക്കൊരു 3-4 പേര് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന് വരികയും ശരിയാവില്ല. അപ്പൊ ബീഫൊക്കെ വെച്ചൊരു ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിച്ച് ആ കൂലി കൊടുക്കാൻ വേണ്ടി പോയാൽ മതിയല്ല. അപ്പൊ ബീഫ് കഴിച്ചിട്ടേ പോകുന്നല്ലോ. പിന്നല്ലാതെ ആ 1.5 കിലോ ബീഫ് കൊണ്ടുവരും. അത് 1/2 കിലോ അമ്മ വരുന്നത് നിന്നെടുക്കും. അതല്ല, കൊറേ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ബീഫ് എന്നിട്ട് പറയും. ചേച്ചിക്ക് ബീഫ് എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അളിയൻ എപ്പോഴും ഇവിടെ വന്നാ അപ്പൊ ബീഫ് ഉണ്ട്. അതിങ്ങനെ ആർത്തിയോടെ ചേച്ചി ഇരുന്ന് തിന്നണ കാണാൻ എന്ത് രസാന്നറിയാം. ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പെൻഷൻ മേടിച്ചിട്ട് വന്നപ്പോഴൊരു കറ കയറി പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ച് കഴിച്ചു. എന്താ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാലേ ചീരത്തോട്ടത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ ഒരു ചെറുതുകൂടിയാണെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഓ പൊളിച്ചാനെ. താഴെ പറഞ്ഞില്ലേ സാറേ? മുരുകണ്ണ, എന്തുണ്ട്? എന്താണ് പരിപാടികള്? അയ്യോ, സെക്രട്ടറി ഒക്കെ അമ്പലത്തിന്റെ. അവരെല്ലാരും കൂടെ പിടിച്ചെന്നെ സെക്രട്ടറി ആക്കി. അല്ലേ? സാറിന് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലേ? അമ്മയൊക്കെ അപ്പോഴപ്പോഴേ പറഞ്ഞതാണ്. അമ്മ ഇടയ്ക്ക് വരും, പക്ഷെ ഞാനീ പറഞ്ഞ എനിക്ക് സമയം കിട്ടുന്നില്ലല്ലേ. ഇടയ്ക്ക് വരും, മനസ്സിലുണ്ടല്ലോ ദൈവം. എനിക്ക് റൊണാൾഡോ ഒന്ന് കാണണമായിരുന്നു. രാവിലെ എന്തോ ആരോ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണുണ്ടായിരുന്നു. അല്ല, പുള്ളി എൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞു. എന്തൊരു കാര്യം എന്താ? ഒരു 15 രൂപയ്ക്ക് ശ്രീകാര്യത്ത് ഒരു വണ്ടി ഇരിക്കുന്നു പറയും, സെക്കൻഡ് ഹാൻഡ്. മോക്ക് മേടിച്ചു കൊടുക്കാനായിരുന്നു. അങ്ങനെ ഇന്നൊന്ന് കാണാൻ, ഒന്ന് ഓട്ടിച്ചൊക്കെ നോക്കാന്നുള്ള ധാരണയിലാണ് വന്നത്. പുള്ളി ഒന്ന് കാണണം, അത്യാവശ്യം. അമ്മ എന്തേട്ടാ? അമ്മ അവിടെ ഇല്ലേ? കണ്ടില്ല. ഞാനവിടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പുറത്ത് തങ്കത്തിനടുത്തല്ലോ. അവിടെ വീട് പൂട്ടിട്ടല്ലേ റോണാച്ചനും താക്കോലോട്ടും അങ്ങോട്ട് പോയില്ലേ? ശരി. അപ്പൊ പിന്നെ സുൽചേച്ചിയുടെ അടുത്തുണ്ടാ? സുൽചേച്ചി ഒന്നും ഇല്ലല്ലോ അവിടെ. ഞാൻ ഒന്നുകൂടെ അപ്പുറത്ത് പുറകെ വെച്ചിട്ടുണ്ട് നോക്കട്ടെ. സുൽചേച്ചി ഇല്ല അവിടെ. ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നമ്മളൊക്കെ അല്ലേ ശ്രദ്ധിക്കാൻ, വയസ്സായ അമ്മച്ചാരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്നാ ഈ പറഞ്ഞ കണക്കല്ലേ. ഈ പറഞ്ഞ ഇപ്പൊ വേണ്ട, നമ്മൾ വിചാരിച്ച അകത്തുണ്ടെന്ന് വിചാരിച്ചു. ഇല്ല, അപ്പുറത്തും ഇല്ല. ഇപ്പൊ ഇവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല. പിള്ളേരെ സ്വഭാവമാണ്. എവിടെ പോയി? കടയിലോട്ട് വല്ലതും പോയാ? അമ്മാവാ, അമ്മേനെ അവിടെ എങ്ങനെ കണ്ട? റോഡിലെങ്ങനെ? അതിന് അമ്മേനെ എന്തിനാ കടയിലേക്ക് പറഞ്ഞയച്ച്? പറഞ്ഞു വിട്ടല്ലേ, അമ്മയുടെ കാണുന്നില്ല. കാണുന്നില്ലേ? ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ട് മിക്കവാറും തൊഴുത്തിൽ ഞുറുക്ക് പറക്കാനാണ് കയറിയതായിരിക്കും. പിന്നെ ബാത്റൂമിലുണ്ടോ നോക്കണി? ഇല്ലെന്ന് ഞാൻ നോക്കിയെന്ന് അവിടെ നിന്ന് കണ്ടില്ല. അതല്ലേ എവിടെ പോവാനാ? അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ട്. ചെയ്യുമെന്ന് പറയുന്നത് ദേ വരുന്നു. പറമ്പിലവിടെ പോയതാ. അമ്മ ഇത് എവിടെ പോയതാ? ഞാൻ നമ്മുടെ വേളയിൽ പോയി. സുലു പറഞ്ഞ അവിടെയൊക്കെ കുരുമുളക് പൊഴിഞ്ഞ് കിടക്കുന്നത്. ഞാൻ പോയി കുറച്ചൊക്കെ കിട്ടി. ഞാൻ 5-6 എടുത്ത് വെക്കണം. അത് പറഞ്ഞിട്ടുണ്ടേ ആരുടെങ്കിലും? ഇവിടെ ഞങ്ങൾ അമ്മേനെ നോക്കി നടക്കുന്നു. അവിടെ ഞാൻ പോയത് അങ്ങ് ദൂരം. ഈ ഗുളിക തരാൻ വേണ്ടി നോക്കിയത്. അപ്പൊ അമ്മേനെ പോയാലും അമ്മ ഒരു ഇതില്ലേ, എവിടെയെങ്കിലും പോണം, അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ പറഞ്ഞിട്ട് പോണം. ഇല്ല, ആളുകൾ ആദ്യം എടുക്കൂലേ? ഇനി വഴക്കൊന്നും പറയണ സാറേ, ഇനി വന്നല്ലേ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പൊ വയസ്സാറ് ശ്രദ്ധിക്കണം പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. അമ്മ വന്നപ്പോ എന്താ പറഞ്ഞത്? അമ്മയെ പറഞ്ഞ കട വിട്ടാന്ന്. ഞാൻ കട വിട്ടാ അല്ലല്ലോ. അമ്മയുടെ ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതാ. നല്ല കൂത്ത് തന്നെ. ബാക്കിയുള്ള ഉയരുന്നത്. അതുമല്ല, അമ്മ പറമ്പിൽ പോവരുത്. ഞാൻ ഇന്നാളെ ഒരു പാമ്പിനെയും ചേരയൊക്കെ കണ്ടേ. ആന്നേ, എന്തെങ്കിലും കണ്ട് പേടിച്ച് അവിടെ മറിഞ്ഞു വീണ ആരറിയും? എവിടെയൊക്കെ അന്വേഷിച്ച് കിടക്കാം നമ്മള്. പറഞ്ഞിട്ട് പോയാൽ നമുക്ക് അറിയാം അവിടെ പോയിട്ടുണ്ട്. അല്ലേ തന്നെ ഞാൻ കൂടെ വരില്ലേ? അല്ലെ അവള് വരില്ലേ? എന്തോ നടക്കരുതായ ഈ പറയുന്നത്? നമ്മുടെ പറമ്പല്ലേ, നീ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ കൊച്ചു കുട്ടിയാണ്? അല്ല, ചേച്ചിക്ക് അല്ലെങ്കിൽ കുറച്ച് കൂടുന്നു. അവൻ പറഞ്ഞതാ ശരി. കുരുമുളക് പിറക്കേണ്ട പ്രായമാണപ്പോ. ഇങ്ങനെ ഒറ്റയ്ക്ക് തൊടി കൂടെ നടന്ന എന്തെങ്കിലും സംഭവിച്ചാലോ? അയ്യോ, കൊളുത്തി കൊടുക്ക്. കൂടുതൽ എന്നെ ഭരിക്കാൻ വരുന്നത്. ആരും എന്നെ ഭരിക്കണ്ട. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. പറയാൻ വന്നിരിക്കുന്നു. അല്ല ചേച്ചി, ബീഫ്. അപ്പൊ സാറേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ. ഇവിടുത്തെ അടിയും വഴക്കും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തടിയും വഴക്കും ഇവിടെ ഒന്നുമില്ല. ഞാൻ ഒരു വണ്ടി നോക്കാൻ വേണ്ടി അതാ വിളിച്ചു വരുത്തേ. ഞാൻ പോയിട്ട് വരലില്ല. കണ്ട
അയാൾ ആദ്യം പറഞ്ഞ എന്താണ്? വയസ്സായ ആൾക്കാർ വീട്ടിൽ വേണ്ടി ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ പറഞ്ഞ അടിയും ബഹളം നടക്കുന്നുണ്ട്. എന്താ അടിയും ബഹളം നടന്നൂടെ? കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. ഒന്നാമത് നീ കുറച്ച് പോലീസിന്റെ മുറ എടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്ന് നിൽക്കല്ലേ. ആ സമയത്താണ് അമ്മേനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ആ കാര്യം പറഞ്ഞല്ലേ. അയ്യോ ഇത് ആരാ ഈ പറയണത്? ഏട്ടൻ ദേഷ്യപ്പെട്ട് ശരി, അമ്മ ഒരു സപ്പോർട്ടിന് വേണ്ട ഏട്ടൻ അമ്മാവനോട് ചോദിച്ചത്. അപ്പൊ അമ്മാവൻ എന്താ ചെയ്തത്? അമ്മാവൻ ഡബിൾ ആയിട്ട് അമ്മയോട് ദേഷ്യം. ആ ശരിയാണ്, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. എന്നെ അന്നേരം വഴക്ക് പറഞ്ഞ പോരായിരുന്നു. അപ്പൊ അമ്മക്ക് സന്തോഷം വരില്ലായിരുന്നു. അതെല്ലേ. ആ ഇതിപ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതിപ്പോ എന്നോടായിരിക്കും മൊത്തം പെരുമാറാൻ പോണത്. എന്നോട് ഇനി എന്തൊക്കെയായിരിക്കും കാണിക്കണെന്ന് അറിയോ? കുഴപ്പമില്ല, മാറുമായിരിക്കും. എന്നാലും അമ്മ ഒന്ന് സംസാരിച്ചു നോക്കിയാൽ ചിലപ്പോ. എന്താ ഇവിടെ വന്നിരിക്കണ്? ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഹാളിൽ ഇരിക്കുക. അപ്പൊ വരുമ്പോ കരുതിയിട്ട് ആ കഷായം പുതിയത് മേടിച്ചാ. അതല്ലെങ്കിൽ അങ്ങനെയാണേ. കനകൻ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. മരുന്ന് കഴിയുമ്പോഴേക്കും വാങ്ങിത്തരും. അത് നേരത്തിനൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന കണ്ട അവരൊരു സുഖ. വലിയ സ്നേഹമൊന്നും എൻ്റെ അടുത്ത് ആരും കാണിക്കണ്ട. ഞാൻ അവന്റെ അമ്മയാണ്, അവന്റെ മക്കളല്ല ഞാൻ. മക്കളുടെ അടുത്ത് പറയുന്ന കണക്ക് അതിനു കൊണ്ടൊരു മര്യാദ. അത് കണക്കാണ് ഇപ്പൊ പറഞ്ഞത്. ഒരുത്തൻ അവിടെ വന്ന് നിൽക്കുന്നു, മുരളി. ഞാൻ അമ്പലത്തിൽ വെച്ച് എന്നും അവനെ കാണുന്നതാണ്. എന്നോട് എന്തൊരു സ്നേഹവും ബഹുമാനമാണെന്ന് അറിയാമോ? ഇവിടുത്തെ ആളുള്ളപ്പോഴേ ഞങ്ങൾ പരിചയക്കാരാണ്. എന്ത് തോന്നിയാസങ്ങളൊക്കെയാണ് അവൻ പറഞ്ഞത്. അല്ല അത് ഇപ്പൊ ഈ കൊറേ തെരഞ്ഞിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോ, എന്നിട്ട് പിന്നെ ഈ പറമ്പെന്ന് ഒറ്റയ്ക്ക് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോന്നൊക്കെ കരുതിയിട്ട് ദേഷ്യപ്പെടാൻ പറ്റുമോ? പാവം ചെയ്താൽ എന്താ തെറ്റ്? എന്താ അത്ര ദേഷ്യപ്പെടാൻ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ അങ്ങ് കണ്ണെത്താത്ത ദൂരത്ത് പോയില്ലല്ലോ. തൊട്ടപ്പുറത്തല്ലേ നിന്നത്. ഒരു നോട്ടം നോക്കി എന്നെ കാണാനല്ല. അമ്മ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഓടി എത്തത്തില്ലായിരുന്ന. എന്റെ ചേച്ചി പഴയ പോലെയാണോ? അപ്പൊ പ്രായം എത്രയായി? മുട്ടുവേദന കഴിഞ്ഞു പറഞ്ഞ അവൻ മരുന്ന് കൊടുന്നു തരും. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരുന്ന് കൊടുന്നു തരും. അങ്ങനെ നോക്കണതല്ലേ അവൻ? എടാ ഞാൻ കാശും കൊടുക്കുന്നുണ്ട്, അവൻ കൊണ്ടുവരും. അതല്ല പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഞാനിതാ പറമ്പിലേക്ക് ഒന്ന് പോവാട്ടോ. നീ അവിടെ നിൽക്കുകയല്ലായിരുന്ന? അവൻ ഇത്രയും തോന്നിയ സമരം നിനക്കൊന്ന് പറഞ്ഞു വിലക്കിക്കൂടാ? നീ അവന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലോ. അല്ല അവൻ പറഞ്ഞാലും കുറച്ച് കാര്യമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തോന്നിയാസം കാണിച്ച് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി ഓടിപ്പോയെങ്കിൽ സാരമില്ല. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പറമ്പിലാണ് ഞാൻ പോയത്. അത്രയൊന്നും പറയണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, രത്നമ്മയ്ക്ക് ആരും ആവശ്യമില്ലാതെ രത്നമ്മയെ ശകാരിക്കുന്നത് രത്നമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇനി ഒട്ടും ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. മേലാൽ അത് ആവർത്തിക്കരുത്. ഞാൻ കാലത്തൊന്നും കഴിച്ചില്ല ചേച്ചി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നീ കഴിച്ചില്ലെങ്കിൽ നീ കഴിക്കണം, എനിക്ക് വേണ്ട. നിനക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യെങ്കിൽ നീ കനകനെ കൂടെ വിളിച്ചുകൊണ്ട് പോവാ. അവനും അങ്ങോട്ട് എടുത്ത് കൊടുത്ത്, നീയും അങ്ങോട്ട് തിന്ന്, എടുത്ത് അങ്ങോട്ട് കൊടുത്ത്, ഇങ്ങോട്ട് എടുത്ത്. അങ്ങനെയാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കാനുള്ളതാണ്. എനിക്കറിയാമല്ലോ. ഗുളിക നമ്മൾ കഴിച്ചിട്ടുണ്ട്. നീ ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ എനിക്കറിയാം. നിനക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താ? ഒന്ന് ഇറങ്ങി പോയി തരുമോ? ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് ഇരുന്നോട്ട്. അന്ന് നടക്കില്ല. അമ്മേ അമ്മേ എന്തോന്ന്? പിന്നെ കാച്ചില് പുഴുങ്ങിയതും നല്ല മുളക് ചമ്മന്തി ഉണ്ട്. വാ. എനിക്ക് കാച്ചിലും വേണ്ട, ചെറുവള്ളി കിഴങ്ങും വേണ്ട. ഇവിടെ ഒന്ന് ഇരിക്കാൻ സമ്മതിക്കോ? സമ്മതിക്കത്തില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇറങ്ങി മറാത്ത് പൊക്കോളാം. ആ കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്, വാന്ന്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഞാൻ ഇറങ്ങി പോണോ? പറ. വേണ്ട പോണ്ട, അവിടെ തന്നെ. ഫാൻ ഇടാത്തമ്മ ഒന്നാമതേ ചൂട്. എൻ്റെ അമ്മ വേർതിരിക്കാണ്. തണുക്കട്ടെ. അവരവർക്ക് അവരവർ ആൾക്കാരെ ഉണ്ടാവും. അമ്മയോളം വലുതാവില്ല ആർക്കും. അമ്മ മരുന്ന് വല്ലതും വേണമെങ്കിൽ പറയണേ അമ്മ. വേണ്ട ഇരിക്കുന്ന വേണ്ട. അത് നിനക്ക് നിർബന്ധമായിട്ട് എനിക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെങ്കിൽ ഇതെടുത്ത് അങ്ങ് പുറത്തോട്ട് കൊണ്ട് കളഞ്ഞിട്ട് പുതിയ മരുന്നോട്ട് വെച്ചു. ഒന്ന് വേണോ? വാ നന്നാ വേണം. അതെന്റെ മിസ്റ്റേക്കാണ്, നോക്കാതെ പറഞ്ഞിട്ടാണ് ഞാൻ. ഇരിക്കായിരുന്നല്ലേ അമ്മ. തിരുവല്ല ഞാൻ പോയിരുന്നു കേട്ടോ ഒരു സ്റ്റേഷൻ്റെ ഒരു ആവശ്യമായിട്ട്. തിരുവല്ല ചെന്നപ്പോൾ ത്രേസ്യാമ്മ അമ്മയോട് 4ാം ക്ലാസ്സിൽ പഠിച്ച ആ ത്രേസ്യാമ്മയെ കണ്ടേ. ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വാ, നമുക്ക് അമ്മ അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു, നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു, ഒരു ദേഷ്യമില്ലായിരിപ്പുണ്ട്.
അമ്മ ഒന്ന് കാണാൻ പറഞ്ഞു. ചിലപ്പോ നാളെ ആണെങ്കിൽ വീട്ടിൽ വരും. അതെങ്ങനെയാടാ? അമേരിക്ക കിടക്കുന്ന ത്രേസ്യാമ്മ നാളെ ഇവിടെ വരുന്നത് പറന്നു വരുമോ? അമ്മ ഇതെന്ത് ചെയ്യുവാ? എന്തെന്ന് കണ്ടറിഞ്ഞൂടെ? ഞാൻ കറിക്കരിന്ന് ചോറ് വയ്ക്കുന്ന എന്റെ ആവശ്യത്തിന്. ഏട്ടാ നീ വന്നേ. പറയടി. ഒരു കാര്യം കാണിച്ചു തരാൻ ഇങ്ങോട്ട് വാ. എന്താന്ന്? നീ വന്നേ. എത്ര പ്രാവശ്യം വിളിക്കണം? വാ അമ്മേ വാ എന്താ? വാ. ഇതൊരു മെഴുക്കുവരട്ടി വയ്ക്കാം, ഇതൊരു തൊട്ടുകൂട്ടാമേ. ഓ ധാരാളം മതി, ധാരാളം മതി. എനിക്ക് എന്നെ തോപ്പിക്കാം. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാനലിഞ്ഞു. അയ്യോ എടി, നിനക്ക് നമ്മുടെ ബാഹുലേ സാറിന് അറിയാം? പരുത്തുകുഴിയുള്ള എന്റെ ഇവിടെ സ്റ്റേഷനിലുള്ള ഇപ്പൊ ട്രാൻസ്ഫർ ആയി വന്ന. അയ്യോ നല്ല മനുഷ്യനാ. പുള്ളി അത് എങ്ങനെയാണെന്ന് അറിയാം. ആ ഭാര്യയും ഭർത്താവും ഭയങ്കര ചേർച്ചയാ. ടീച്ചറാണ് വാസന്തി ടീച്ചർ. അയ്യോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മലയാളം ടീച്ചർ. നല്ല കവിത ചൊല്ലും, എപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കും. പക്ഷെ ഞാൻ ആലോചിക്കും ഈ ടീച്ചർക്ക് എങ്ങനെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുന്നു. കാരണം വെച്ചാല് 2 മക്കളുണ്ട്, 2 ആമ്പുടരാ. പറഞ്ഞാൽ കേൾക്കൂല. അയ്യോ ഈ സ്ത്രീ അങ്ങോട്ട് പിടിച്ച ഇങ്ങോട്ടോട്, ഇമാര് കോളേജിൽ പ്രശ്നം, സ്കൂളിൽ പ്രശ്നം, എല്ലാത്തിനും ടീച്ചർ നടന്ന് ഓടുക. സാറ് രാവിലെ അടിച്ച എക്സർസൈസ്, സാറെല്ലാം ബോഡിയൊക്കെ നോക്കുന്ന ആളാ. രാവിലെ എക്സർസൈസിന് പോയും അത് ചെയ്യും. സാറ് വരുന്ന സാറിന്റെ ഡ്യൂട്ടിക്ക് അങ്ങ് പോകുന്നു. ഈ ടീച്ചർ വീട്ടു ജോലി ചെയ്യണം, പിള്ളേരെ കാര്യം നോക്കണം. ഇതിനിടയില് ആണ് സ്കൂളിൽ പോയിട്ട് വരുന്നത്. ഇതിനിടയിൽ സൂക്ഷിക്കണം. അമ്മ ഇല്ലേ അപ്പം? അമ്മയുണ്ട്, ഒരു പേരിന് വേണ്ടി ഒരു അമ്മ. സാധാരണ അമ്മമാരെ കണക്കല്ല അമ്മ. അയ്യോ അമ്മ ഇല്ലായിരിക്കണ അല്ലെ ചിലപ്പോ തോന്നിപ്പോവും, സ്വന്തം അമ്മയാണെങ്കിൽ പോലും. കാരണം കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കൂല. ചില അമ്മമാർ അങ്ങനെ ആയിട്ട് ഒരു അസുഖവും കാണത്തില്ലേ, പക്ഷെ അസുഖമാണെന്ന് പറഞ്ഞോണ്ട് രാവിലെ തൊട്ടേ ഇങ്ങനെ സുരേഷിന്റെ അമ്മ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ചിലരുണ്ടല്ലോ അസുഖമാണെങ്കിലും ഇല്ല, അതൊന്നും മൈൻഡ് ചെയ്യാതെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി. അത് നിറവുള്ള ഒരു അമ്മയായിരിക്കണം എന്റെ അമ്മ. കണ്ടിട്ടുണ്ടോ എന്തൊക്കെ അസുഖമുള്ള ആളാണ്. എന്നിട്ട് ഈ വന്ന് ഇപ്പൊ വേണ്ട വല്ല കാര്യമുണ്ടാ, നീ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതാണ് എന്റെ രത്നം. ഞാൻ കറിക്കരിച്ചോണ്ടിരിക്കുകയാണ്. വാക്കല്ലാതെ എന്റെ ശരീരത്തെ എവിടെയെങ്കിലും കയറി കൊണ്ടാൽ ഞാൻ വീണ് പോയാലേ എന്നെ നോക്കാൻ ആരുമില്ല. കൊഞ്ചാതെ കൊഴിയാതെ ഇറങ്ങി പോടാ ഇവിടെ വന്നിരിക്കുന്ന സമയം. ശരി, എന്നാ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മേടെ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയിക്കോളാം. ഓക്കെ ചേട്ടാ, നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം, ഈ കണ്ണി കണ്ടവരുടെ മുമ്പിൽ വെച്ച് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സോപ്പിടാൻ എന്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. അതായി കനകചേട്ടൻ ആവശ്യമില്ലാത്ത സംസാരിച്ചിട്ടില്ലേ കുഴപ്പത്തിൽ ഉണ്ടായതമ്മ. ചോറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അല്ല പിന്നെ ചേച്ചി എവിടെ? വരാൻ പറ, ഒരുമിച്ച് കഴിക്കാലോ. അമ്മ നേരത്തെ വിളിച്ചിട്ട് വന്നാ? ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേ. അമ്മക്കുള്ളത് അമ്മ ഉണ്ടാക്കി. അതറിഞ്ഞില്ലേ ഇപ്പൊ? ചേച്ചി ചോറും കറിയൊക്കെ ഉണ്ടാക്കി. അയ്യോ ചേച്ചി വരണ്ട, എങ്ങനെയാ ബീഫ് കഴിക്കാൻ? കഴിക്കാം, അമ്മാവ കഴിക്കും. വിളിക്കടാ പാവം വരട്ടെ. ബീഫ് തുറന്നില്ലേ? ചേച്ചിക്ക് ബീഫ് ഇട്ട് കൊടുക്ക്. ബീഫാണ്. എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ട ബീഫ്. നല്ലതമ്മ, നല്ലത് തന്നെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ? നല്ല മണല്ലേ ബീഫേ. നമ്മളന്നേ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഗരം മസാല വാങ്ങിച്ചില്ലായിരുന്നു, അത് ഞാൻ പൊടിച്ചത്, അതാ ചേർത്തത്. മറ്റേ ഇറച്ചി മസാല ഇളപ്പോത്താണേ, അങ്ങനെ കണ്ടു. നല്ല അതാണ് അത്ര ടേസ്റ്റ്. അല്ലല്ലേ
നീ എന്നും വെക്കണ പോലെ ഇന്നെന്താ എത്ര ടേസ്റ്റ്? മല്ലിമുളകും ചൂടാക്കി ചേർത്ത്. ആ നീ കണ്ട ഈ കറി എല്ലായിടത്തും പോ, ബീഫ് മാത്രം മതി. ഞങ്ങളുടെ അമ്മ ഇതുപോലെ വെക്കായിരുന്നു, നല്ല ടേസ്റ്റാണ്. പിന്നെ കൈപ്പുണ്യം കിട്ടിയതിന്റെ ചേച്ചിക്കാ. ഇതിപ്പോ ചേച്ചിനി കവിച്ചു വെട്ടിച്ചു അമ്മ നന്നായിട്ട് വെക്കും. അതൊന്ന് കണ്ടു പഠിച്ചു നീ പിടിക്ക. അതെന്തോ എനിക്ക് പക്ഷേ ബീഫ് ഓ ചേച്ചിയാ ഇത് വെറുതെ പറഞ്ഞാൽ നല്ല ഒരു ശകലം എടുത്ത് കഴിച്ചു. വേണ്ട വേണ്ട വേണ്ട. അമ്മക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. ചേച്ചി എന്ത് കറി വെച്ചേ? അമ്മ കഴിക്കും, ബീഫ് മതി. അതാ ബീഫ് കഴിക്കങ്ങോട്ട്. ചേച്ചി എന്ത് കറി വെച്ചേ നോക്കട്ടെ. അത് ശകലം എനിക്ക് തരൂ. നിനക്ക് വേണ്ടടാ? എനിക്ക് വേണ്ട, ബീഫ് ഉണ്ടല്ലോ എനിക്ക്. അല്ല എന്തായാലും ചേച്ചി വെച്ചാലേ ഇതെന്താ ഉള്ളി വണക്കിയതോ? തീയലാണ്. എന്റെ പൊന്നോ ബീഫ് ഒരു രക്ഷയില്ല. അല്ല ഇത് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ബീഫിന്റെ അത്ര വരും. ബീഫുള്ളപ്പോ പിന്നെ കറി വേസ്റ്റ് ആക്കി. അല്ല എനിക്ക് ഇച്ചിരി വെച്ചേക്കണേ അമ്മ. ആരും കൂട്ടണ്ട, ഞാൻ കൂട്ടിക്കൊള്ളാം. ഓ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിക്കണുള്ളൂ, നമുക്ക് വേണമെങ്കിൽ ഒരല്പം ബീഫ് കഴിക്കണം. കഴിക്കമ്മേ, ഇച്ചിരി കഴിക്കമ്മേ. അമ്മേ ഇച്ചിരി. ഇനി വേണ്ട, ഇനി ആരും നിർബന്ധിക്കുന്ന ലില്ലിയേ, ആ അതെ നീ എന്തായാലും ചേച്ചിക്ക് വേണ്ടല്ലോ, നീ പോകുമ്പോ കുറച്ച് പാർസൽ ചെയ്ത് താട്ടോ, ഗിരിച്ചയ്ക്ക് കൊണ്ടു കൊടുക്കാം. അത്ര നന്നായിട്ടുണ്ട്. കുറച്ചാക്കണതിനമ്മാവാ. ഇപ്പൊ അപ്പുറത്ത് തങ്കവും ഇല്ല, മക്കളും ഒന്നും ഇല്ല. നമുക്കിതാ ഇത്ര മതിയാവും. ആ ചട്ടിയോടെ എടുത്തിട്ട് പോകും. അതെ, വെറുതെ ഇവിടെ വെച്ച് വേസ്റ്റ് ആക്കണ്ട. ചേച്ചിക്ക് വേണ്ടെങ്കിൽ അത് പോകുമ്പോ ഞാൻ പാക്ക് ചെയ്യാം. ഉറങ്ങാണോ? എന്താന്നാടാ നോക്കുന്നത്? ഞാൻ ചത്താൻ നോക്കാൻ വന്നതാണ്, ചത്തില്ല. അപ്പൊ ഉറങ്ങിയിട്ടില്ല. ശരി, വെറുതെ കിടക്കാണില്ലേ? ഞാനേ ചേച്ചി എണീറ്റിട്ട് വേണം പറഞ്ഞിട്ട് പോവാച്ചിട്ടാ ചീരത്തോട്ടത്തിലേക്കേ. ആ ശരിയാ, അതാണല്ലോ വേണ്ടത്. പക്ഷേ ഇന്ന് എന്തൊക്കെ പ്രതീക്ഷയില് വന്നറിയുക. ഞാനാ മറ്റേ തിരുമല വീരാന്റെ കടയിൽ നിന്ന് നല്ല പോത്ത്, അവനാണെങ്കിൽ അർത്ഥ വഴിക്ക് എനിക്ക് തരും. അപ്പൊ അത് കുറച്ച് കൊടുന്ന ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ അപ്പൊ ചേച്ചിയുടെ കൂടെ ഇരുന്ന് തിന്നാച്ചിട്ടാ. ഇതിപ്പോ വീട്ടിലാണെങ്കിൽ 1 കിലോ മേടിച്ചോണ്ടേ ഞാനും അവള് 4 ദിവസം വേണേ തിന്നു. പിന്നെ അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് കുരുമുളക് കെട്ട് വെച്ച് എന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ആർത്തിയോട് തിന്നണ് കാണുമ്പോൾ ഒരു രസാച്ചിട്ട് അത് കൊണ്ടുവരുന്നു. നിങ്ങളെല്ലാരും കൂടെ ആസ്വദിച്ച് അങ്ങ് തിന്നേച്ചാ മതി, എനിക്ക് ആവശ്യമില്ല. തീർന്നല്ലോ. എനിക്കറിയാത്തൻ്റെ ചോദിക്കണം, അമ്മാവന്റെ പെങ്ങളല്ലേ ഇത്? ഇത്ര നാളത്തെ അമ്മയുടെ സ്വഭാവം അറിയില്ലേ? എനിക്കറിയാലോ എൻ്റെ അമ്മയുടെ സ്വഭാവം. അമ്മ ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാ 24 മണിക്കൂർ കഴിയാതെ പിന്നെ അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതാണ് രത്നമ്മ. ഇനി നിങ്ങൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി കൊടുത്തു നോക്ക്, എൻ്റെ അമ്മ കഴിക്കില്ല. വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. അതിന് ആരാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും ശരി, എപ്പോഴാണെങ്കിലും ശരി. അതെ, പോട്ടെ ഇനിയിപ്പോ അതൊക്കെ പോട്ടെ. ഞാനങ്ങോട്ട് ഇറങ്ങാ ചീരത്തോട്ടത്തേക്കേ. അല്ല എന്താ പറയുക, 2 പണിക്കാരിന്ന് അധികണ്ടേ. അപ്പൊ ഒരു 3000 റുപ്യ ഒന്ന് തിരിക്കാൻ പറ്റുമോ? അല്ല നാളെ വീട്ടിൽ പോയിട്ട് എടുത്ത്, ഇന്നിപ്പം നേരെ അങ്ങോട്ട് പോയിട്ടാ. നാളെ വീട്ടിൽ പോയി എടുത്തു കൊടുത്തിട്ട് നാളെ വൈകുന്നേരം തന്നെ കൊണ്ടുതരാം. നാളെ തരുമോ? നാളെ വന്ന് തിരിച്ചു കൊടുക്കാം. എന്റെ കയ്യില് കാശില്ല. ഇന്നലെ പെൻഷൻ കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എടുത്ത് നിനക്ക് തരണോ? ചോദിക്കുമ്പോഴൊക്കെ തന്നിട്ടുണ്ടല്ലേ, ഇപ്പൊ എന്റെ കയ്യിലില്ല. അപ്പൊ ഇന്നലെ പെൻഷൻ കിട്ടിയ കാശ് എന്താ? എനിക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ ഞാൻ ചെലവാക്കി. ഒറ്റ ദിവസം കൊണ്ടോ? ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട, എനിക്ക് തരാൻ മനസ്സില്ല. തീർന്നോ? അത് പറഞ്ഞാൽ മതി. അത് കാരണം നേരത്തെ അമ്മാവൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മ പറഞ്ഞതിനകത്ത് ചെറിയൊരു കള്ളത്തരമുണ്ട്. ഇല്ലേ? പിന്നെ അമ്മയുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം പാസ്ബുക്ക് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് വെച്ചാൽ ലില്ലി ഇവിടെ ഒക്കെ നോക്കി. അവസാനം ലില്ലി ചാരുടെ പാസ്ബുക്ക് ഒക്കെ എവിടെ ഇരിക്കുന്നത്? അട്ടിലിനടിയിലും അവിടെ എവിടെ പാസ്ബുക്ക് അല്ല, പൈസ. അയ്യോ, ഈ ഓർമ്മയില്ലാത്ത സമയത്ത് കാശൊന്നും അവിടെ. അമ്മാവിന് ഇപ്പൊ എത്ര രൂപ വേണം? 3000 മതി. 3000 ആണ് ഇപ്പൊ 2000. ഇപ്പൊ നോക്കി ഇവിടെ ഓരോ സ്ഥലങ്ങളിലാണ് എൻ്റെ പൊന്നമ്മച്ച് ഓരോ സ്ഥലങ്ങള് അങ്ങനെ ഓരോ സ്ഥലം. ക്ഷമിക്കണം, അങ്ങനെയുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കരുതി എൻ്റെ അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഞാനാണ്. ഇത് ഭയങ്കര ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഞാൻ കൊണ്ടുവന്ന ബീഫ് ചേച്ചി കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചല്ലോ. അമ്മാവന് സന്തോഷമായി.
എനിക്ക് ഭയങ്കര അഭിമാനമാണ് നഷ്ടപ്പെട്ടത്. അയ്യോ. എന്റെ അമ്മ ഇങ്ങനല്ല, വാശി പറഞ്ഞ അങ്ങ് അറ്റമാണ്. അമ്മയാണോ ഈ കാണിച്ചു വെച്ചേക്കണത്? നീ കൂടുതൽ സംസാരിക്കണ്ട. എന്റെ ആങ്ങളെ കൊണ്ടുവന്ന ബീഫാ, അത് എനിക്ക് തിന്നാടാ ഏത് സമയത്ത് വേണോന്ന്. അത് കറക്റ്റ്. അങ്ങനെ പറഞ്ഞെങ്കിലേ ഈ ബീഫ് കുക്ക് ചെയ്ത എന്റെ ഭാര്യ ലില്ലി. അത് ശരി. എന്റെ ഭാര്യ ലില്ലി കുക്കറി ഷോ നടത്തിയത് എന്റെ അടുക്കളയില. അത് കറക്റ്റാ, അത് കറക്റ്റാ. അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഞാന് ഈ വീടിന്റെ എല്ലാ ചെലവും നോക്കുന്ന ഞാനാ, സർവ്വസാധനങ്ങൾ മേടിക്കുന്ന ഞാനാ, ഈ വീടിന്റെ കര അടയ്ക്കുന്ന ഞാനാ, ഈ വീടിന്റെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നടത്തുന്നത് ഞാനാ. ഈ വീട് എന്റേതാ, ഈ രത്നമ്മയുടെ വീടാ ഇത്. അത് കറക്റ്റാ. ആ രത്നമ്മയുടെ ഏക ആന്തരിക ഞാൻ. സംശയം ഉണ്ടാ? സംശയം ഇല്ല. എന്നാ ഉമ്മ ഉമ്മ എവിടെ? ബീഫ് കഴിച്ചേ, വിളിച്ചുകൊണ്ടുവന്ന് പല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ? Audience.